നമസ്കാരം. ഡിഫെൻഡിംഗ് IPL ചാമ്പ്യൻ കോർബോ ലോർബോ ജീത് പോരെ KKR, ഷാറുഖ് ഖാന്റെ സ്വന്തം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. അവരുടെ കഴിഞ്ഞ വർഷത്തെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പഞ്ചാബിലേക്ക് പോയതുകൊണ്ട് തന്നെ അജിങ്ക്യ രഹാനെയാണ് ഈ വർഷത്തെ KKRന്റെ ക്യാപ്റ്റൻ. അജിങ്ക്യ രഹാനെ ഇതിനു മുമ്പ് RRലും അതുപോലെ തന്നെ റേസിംഗ് പൂനെ സൂപ്പർ ജെയിൻസിലും ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കിൽ അത്യാവശ്യം നല്ല ക്യാപ്റ്റൻസി റെക്കോർഡും ഉണ്ട്. മുംബൈക്ക് വേണ്ടിയിട്ട് രഞ്ജി ട്രോഫി വിൻ ചെയ്ത ക്യാപ്റ്റനാണ്. അതുപോലെ തന്നെ സെയ്ദ് മുസ്താഖ് അലി ട്രോഫി വിൻ ചെയ്ത ക്യാപ്റ്റനാണ്. അതുകൊണ്ടാണ് അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള കൊൽക്കത്ത സൈഡിന് അജിങ്ക്യ രഹാനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാപ്റ്റൻ മിക്കവാറും നന്നായിട്ട് വർക്ക് ആവുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കഴിഞ്ഞ ഓപ്ഷൻ അവരെ സംബന്ധിച്ച് അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് പോയത്. അത്യാവശ്യം അവരുടെ പഴയ കോർ പ്ലേയേഴ്സിനൊക്കെ വിളിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വമ്പൻ സ്രാവുകളുടെ ഒന്നും പുറകെ പോകാതെ തന്നെ അത്യാവശ്യം നല്ല പ്ലേയേഴ്സിനെ വിളിച്ചെടുക്കാനും അതുപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സൈഡ്, അതായത് അവർക്ക് എന്താണോ വേണ്ടത്, അതായത് കൊൽക്കത്തയുടെ സ്ട്രാറ്റജി എന്താണോ ആ സ്ട്രാറ്റജിക്ക് അനുസരിച്ചുള്ളൊരു ടീമിനെ വിളിച്ചെടുക്കാൻ കൊൽക്കത്തയ്ക്ക് ഇപ്രാവശ്യം സാധിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവരുടെ ഒരു പ്രോബബിൾ പ്ലേയിങ് 11 നോക്കാം. അതായത് ക്വിൻ്റൺ ഡ്യൂക്കോക്കിൻ്റെ കൂടെ സുനിൽ നരൈനായിരിക്കും സ്വാഭാവികമായിട്ട് ഓപ്പൺ ചെയ്യുന്നത്. സുനിൽ നരൈന് കഴിഞ്ഞ വർഷത്തെ ഫോം അതേപടി ഒന്ന് നിലനിർത്താൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊൽക്കത്തയ്ക്ക് ഓപ്പണിങ്ങിനെ പറ്റിയിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ക്വിൻ്റൺ ഡ്യൂക്കോക്ക് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി അധികം ക്രിക്കറ്റ് കളിക്കുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ SA T20 കഴിഞ്ഞതിന് ശേഷം റെസ്റ്റിലാണ് പുള്ളി. അപ്പോൾ ക്വിൻ്റൺ ഡ്യൂക്കോക്കും കൂടെ ഫോമിലാണെന്നുണ്ടെങ്കിൽ ഓപ്പണിങ്ങിനെ സംബന്ധിച്ച് അവർക്ക് പ്രശ്നം വരുന്നില്ല. ഇനി അഥവാ ഡീകോക്ക് ഫോമിലല്ല, ഡീകോക്കിന് റണ്ണ് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കപ്പ് ആയിട്ട് ഇവർക്ക് ഗുർബാസും അവൈലബിൾ ആണ്. അതിനുശേഷം അജിങ്ക്യ രഹാനെയും അംഗ്രിത് രഘുവംശിയാണുള്ളത്. രഹാനെ 2023 ചെന്നൈയിലൊക്കെ കാഴ്ചവെച്ച പോലുള്ള നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെന്നുണ്ടെങ്കിൽ കൊൽക്കത്തയെ സംബന്ധിച്ച് വലിയൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും. അംഗ്രിത് രഘുവംശി അത്യാവശ്യം പ്രോമിസ് ചെയ്യാനുള്ളൊരു ബാറ്റ്സ്മാനാണ്. അതിനുശേഷം വരുന്ന വെങ്കടേഷ് കഴിഞ്ഞ വർഷം അത്യാവശ്യം നല്ല ക്രൂഷ്യൽ ആയിട്ടുള്ള ഇന്നിങ്സുകൾ കളിച്ച് കൊൽക്കത്തയെ വിൻ ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിച്ച ആളാണ്. അതിനുശേഷം റിങ്കു സിംഗ് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ബാറ്റ്സ്മാനാണ്. കഴിഞ്ഞ വർഷം വലുതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും റിങ്കു സിംഗ് എപ്പോഴും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. അതിനുശേഷം വരുന്നത് ആൻഡ്രെ റസലും പിന്നീട് രമൺദീപ് സിംഗുമാണ്. അതായത് അവരുടെ ഒരു ഫിനിഷിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം സ്ട്രോങ് ആണ് ബാറ്റിംഗ് ലൈനപ്പ്. റിങ്കു സിംഗും റസലും രമൺദീപ് സിംഗും കൂടെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ലൈനപ്പ് അവർക്കുണ്ട്. അതിനുശേഷം വരുന്ന ഒരു ഹർഷിത് റാണയും അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനാണ്. അങ്ങനെ നോക്കുകയാണെന്നുള്ള 8-9 വരെയൊക്കെ അവർക്ക് അത്യാവശ്യം ബാറ്റ് ചെയ്യുന്ന ബാറ്റ്സ്മാൻമാരുണ്ട്. ഇനി ബോളിങ്ങിലേക്ക് വരുവാണെങ്കിൽ ഹർഷിത് റാണ ഇന്റർനാഷണലിലൊക്കെ കളിച്ചിട്ട് നല്ല കോൺഫിഡൻസോടുകൂടി ആയിരിക്കും ഹർഷിത് റാണ ഈ വർഷം വരുന്നത്. കഴിഞ്ഞ വർഷമുള്ള ഹർഷിത് റാണയെക്കാട്ടി എഫക്റ്റീവായിട്ട് ബോൾ ചെയ്യാൻ കൊൽക്കത്തയ്ക്ക് ഈ വർഷത്തെ ഹർഷിത് റാണയ്ക്ക് സാധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നോർക്കിയ അല്ലെങ്കിൽ സ്പെൻസർ ജോൺസൺ ആയിരിക്കും മിക്കവാറും കളിക്കുന്നത്. നോർക്കിയ അത്യാവശ്യം പരിക്കിൻ്റെ ഇതിൽ നിന്ന് പുറത്തു വരുന്നതേ ഉള്ളൂ. ഒരുപാട് പരിക്കുകൾ തന്നെയാണ്. ആ ഒരു പഴയ നോർക്കിയ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ സ്പെൻസർ ജോൺസൺ ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. ഇനി സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. വരുൺ ചക്രവർത്തിയും സുനിൽ നരൈനും അൺപ്ലേയബിൾ ആയിട്ടുള്ള 2 മിസ്റ്ററി സ്പിന്നേഴ്സാണ് ഇവരുടെ കയ്യിലുള്ളത്. വരുൺ ചക്രവർത്തി പിന്നെ പറയണ്ട, ഇപ്പോൾ തന്നെ ലോകത്തുള്ള ബാറ്റ്സ്മാരെല്ലാം പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോളറാണ്. അതുപോലെ തന്നെ സുനിൽ നരൈൻ വർഷങ്ങളായിട്ട് പെർഫോമൻസ്, കഴിഞ്ഞ വർഷം പോലും ബോളിംഗ് പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ബാറ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലും അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് റണ്ണ് കൊടുക്കാതെ ബോൾ ചെയ്യാൻ ഇപ്പോഴും സുനിൽ നരൈന് പറ്റുന്നുണ്ട്. 1-2 വിക്കറ്റ്സ് വെച്ചും പുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതല്ലാതെ വൈഭവ് അറോറ ബോൾ ചെയ്യും. അതുപോലെ തന്നെ റസലിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ബോളിങ്ങിൽ. കഴിഞ്ഞ വർഷം നന്നായിട്ട് ബോൾ ചെയ്തിരുന്നു. അതുപോലെ തന്നെ വെങ്കടേഷ് അയ്യറിന് അത്യാവശ്യം 1-2 ഓവേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ രമൺദീപ് സിംഗിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓവർ എറിയാൻ കേപ്പബിലിറ്റി ഉള്ളൊരു ഓൾറൗണ്ടറാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പാണ് ഇവർക്കുള്ളത്. ടോപ്പ് ഓർഡറിലുള്ള ചില ബാറ്റ്സ്മാൻമാരുടെ ഫോം ഡിപ്പെൻഡിങ് ആണ്. ഇപ്പോൾ ഡീകോക്ക് ആയാലും അതുപോലെ തന്നെ രഹാനെ, ഇങ്ങനെയുള്ളവരുടെ ഫോം ശരിക്കും സീസൺ തുടങ്ങിയാലേ അറിയാൻ പറ്റത്തുള്ളൂ അവർ എത്രത്തോളം നന്നായിട്ടാണ് കളിക്കുന്നത്. അതിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇവരുടെ ഒരു ടോപ്പ് ഓർഡറിൻ്റെ സ്ട്രെങ്ത്. പക്ഷേ മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോഴും ഫിനിഷിങ്ങിലേക്ക് വരുമ്പോഴും വളരെ സ്ട്രെങ്ത് ആയിട്ടുള്ളൊരു ബാറ്റിംഗ് ലൈനപ്പാണ് ഇവർക്കുള്ളത്. ഇനി ഇവരുടെ ബോളിംഗ് നോക്കിയാലും അത്യാവശ്യം ബാലൻസ്ഡ് ആണ്. കൊൽക്കത്ത പിച്ചിന് പറ്റുന്ന ബോളിംഗ് ലൈനപ്പാണ് ഇവർക്കുള്ളത്. സ്പെൻസർ ജോൺസണും കൂടെ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ നോർക്കിയ കളിക്കുകയാണെങ്കിൽ, നോർക്കിയ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗൺ ബോളിംഗ് ലൈനപ്പ് തന്നെയാണ്. കാരണം 8 ഓവർ അൺപ്ലേയബിൾ ആയിട്ടുള്ള ഓവറാണ് ഇവരുടെ കയ്യിലുള്ളത്. സുനിൽ നരൈൻ്റെയും വരുൺ ചക്രവർത്തിയുടെയും. പിന്നീട് ഹർഷിത് റാണ അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്യുന്ന ബോളറാണ്. അപ്പോൾ തന്നെ 12 ഓവറായി. പിന്നീടുള്ള 8 ഓവറിൽ ഇവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ബോളിംഗ് ലൈനപ്പ് തന്നെയാണ് കൊൽക്കത്തയ്ക്കുള്ളത്. ഇനി ഇവരുടെ ബാക്കപ്പ് നോക്കുകയാണെങ്കിൽ അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ഇവർക്ക് ബാക്കപ്പ് ആയിട്ടുണ്ട്. അതായത് ഗുർബാസ് ബാക്കപ്പ് ആയിട്ടുണ്ട്, മോയിൻ അലി ബാക്കപ്പ് ആയിട്ടുണ്ട്, റോമൻ പവൽ ബാക്കപ്പ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഉമ്രാൻ മാലിക്, മായങ്ക് മാർക്കണ്ട, ഇങ്ങനെയുള്ള പ്ലേയേഴ്സ്, ക്വാളിറ്റി പ്ലേയേഴ്സ് ഇവർക്ക് ബാക്കപ്പിലും ഉണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും ഒന്ന് പരിക്കോ എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ട്.
ഇനി അതല്ല ചെന്നൈ പോലുള്ള സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പിച്ചിലേക്ക് വരുമ്പോൾ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പെൻസർ ജോൺസനെ നോർക്കിയോ വെളിയിലിരുത്തിയിട്ട് മോയിൻ അലിയെ കളിപ്പിക്കാം. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി പ്ലേയേഴ്സ് ഉള്ള നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഈ വർഷം. എന്തായാലും ഇവർക്ക് ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് വന്നിട്ട് പെർഫോം ചെയ്യുന്നൊരു ടീം ആയതുകൊണ്ട് തന്നെ ഇവരെ തീർച്ചയായിട്ടും പേടിക്കണം. പ്ലേ ഓഫ് സാധ്യത ഹൈ ആണ് ഇവർക്ക്. പിന്നെ ഇവരുടെ എക്സ് ഫാക്ടർ പ്ലേയേഴ്സ് ആയിട്ടുള്ള വരുൺ ചക്രവർത്തിയും സുനിൽ നരേനും ഉള്ളത് ഇവരെ സംബന്ധിച്ച് വലിയൊരു പോസിറ്റീവാണ്. ആകെ ഇവരെ സംബന്ധിച്ചൊൊരു കൺസേൺ ആകുമ്പോൾ 1-2 ബാറ്റ്സ്മാൻമാർ, ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരുടെ ഫോം മാത്രമാണ്. ഗിൻഡൻ ഡ്യൂക്കൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുമെന്നറിയില്ല. അതുപോലെ തന്നെ അജിങ്ക്യ രഹാനെ എങ്ങനെ പെർഫോം ചെയ്യുന്നതൊക്കെ സീസൺ തുടങ്ങിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. അവരും കൂടെ ഫോമിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കൊൽക്കത്ത തീർച്ചയായിട്ടും സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീമാണ്. പ്ലേ ഓഫിലേക്കുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി വീണ്ടും മറ്റൊരു ടീമിൻ്റെ പ്രിവ്യൂവുമായിട്ട് കാണുന്നത് വരെ ബൈ.